ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് നല്ലൊരു കിടിലൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് വേണം മാരിനേറ്റ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് ആകുമ്പോൾ ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മസാല മിക്സ് ചെയ്തെടുത്ത ബൗളിലേക്ക് തന്നെ ഈ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ ക്ലോസ് ചെയ്ത ശേഷം 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ച് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസാവുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇനി നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 1 പോട് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ ഫുള്ളായിട്ട് റിലീസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. സവാള ഇതുപോലെ നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 20 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി നന്നായി സോട്ടായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി കുക്കായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിന് വേണ്ട മസാല ഓൾറെഡി നമ്മൾ ബീഫിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് നന്നായി വരട്ടിയെടുക്കണം. ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ വരട്ടിയെടുക്കണം. ഇപ്പോൾ ബീഫിലെ വെള്ളം കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ വരട്ടിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത്. ഏകദേശം 20 മിനിറ്റോളം നന്നായി വരട്ടിയെടുക്കണം. എന്നാലാണ് ബീഫിലെ വെള്ളം ഫുള്ളായിട്ട് ഡ്രൈ ആയി കിട്ടുകയുള്ളൂ. ബീഫിലെ വെള്ളം ഫുള്ളായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കുറച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തട്ടുകടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നാടൻ ബീഫ് റോസ്റ്റിൻ്റെ
പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല നാടൻ ബീഫ് വരട്ടിയതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കിടിലൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നാടൻ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.